ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു യൂസ്ഫുൾ ടിപ്പുമായിട്ടാണ്. എനിക്ക് ഒരുപാട് യൂസ് ആയിട്ടുള്ളൊരു ടിപ്പാണിത്. ഞാനൊരു 1 വീക്കിന് മുകളിലായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൈമുട്ടിലെ കറുപ്പ്, അതുപോലെ തന്നെ കഴുത്തിൽ, അതുപോലെ അണ്ടർ ആംസിലെ കറുപ്പുകളൊക്കെ, അതിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്കായി. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. ആ 3 സ്റ്റെപ്പ് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കൈമുട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അഥവാ കഴുത്താണെങ്കിൽ കഴുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ അവിടെയുള്ള നെർവ്സൊക്കെ കുറച്ച് എനർജറ്റിക് ആവും. അപ്പോൾ എനർജറ്റിക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എനർജി കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുമാത്രമല്ല, ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആൾക്കാർ അതിൻ്റെ ഡോക്ടേഴ്സിനൊന്ന് കാണിക്കുക. ഹോർമോൺ ചേഞ്ചസ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആകും. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് എനർജറ്റിക് ആകാൻ വേണ്ടി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലുള്ളത് തക്കാളിയാണ്, അഥവാ ടൊമാറ്റോ. അപ്പോൾ ഇത് തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വെജിറ്റബിളാണ്. ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഗ്ലോയിങ് കിട്ടും, അവർ തന്നെ ഷൈനിങ് തരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു തക്കാളീൻ്റെ പകുതി യൂസ് ചെയ്യുക. ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഗ്ലോ കിട്ടുന്നൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് തക്കാളിയാണ്. ഇത് നമുക്ക് സ്കിന്നിൽ എവിടെ വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റും. മുഖത്ത് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിൻഭാഗത്ത്, കൈമുട്ടിന്, കാൽമുട്ടിന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സർക്കുലർ മോഷനിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കഴുത്തിലാണെങ്കിൽ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ തക്കാളി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് സമയം ഗ്യാപ്പിട്ട് വേണേൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് എടുത്ത് പിന്നെ അത് കുറച്ച് സമയം ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ നീരൊന്ന് ഉണങ്ങി കിട്ടുന്നവരെ എന്നിട്ട് പിന്നീട് രണ്ടാമതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതോടെ സ്കിന്നിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി സഹായിക്കും. അത് നമ്മളെ കഴുത്തിൽ, അതുപോലെ കൈമുട്ടിലൊക്കെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടിയാണ് എടുക്കേണ്ടത്. കാപ്പിപ്പൊടി എന്ന് പറയുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് സ്കിന്നിൻ്റെ ഡാർക്ക് ടോണൊക്കെ മാറ്റി വൈറ്റനാക്കാൻ സഹായിക്കുന്നുണ്ട്. പോരാത്തതിന് ഹെയറിന് യൂസ്ഫുള്ളാണ്. ഹെയറിൻ്റെ ഗ്രോത്ത് നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ കൊഴിച്ചിലിനും നല്ലതാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴുത്തിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കാപ്പിപ്പൊടി അതിലും നല്ലത് തന്നെയാണ്. അപ്പോൾ കഴുത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ക്ലോക്ക് വൈസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളിയിലേക്ക്, അപ്പോൾ നേരത്തെ നിങ്ങൾ മസാജ് ചെയ്തില്ലേ, ആ തക്കാളിയിലേക്ക് ഈ കാപ്പിപ്പൊടി ലേശം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈമുട്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കഴുത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തന്നെ ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിച്ചിട്ട് വേണം യൂസ് ചെയ്യുന്നത്. ഹോർമോൺ ചേഞ്ചസ് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഇത് പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് ഡോക്ടേഴ്സിനെ കാണിക്കുന്നതെങ്കിൽ വേറെ തകരാറോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത് തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ശേഷം നിങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചർമ്മങ്ങളൊക്കെ കുറച്ചും കൂടി എനർജറ്റിക് ആകാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതിലൂടെ നിങ്ങളുടെ വൈറ്റനിങ് ആയിട്ടുള്ള ഡാർക്ക്നെസ് ആയിട്ടുള്ള സ്കിന്നൊക്കെ വൈറ്റനിങ് ആകാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാപ്പിപ്പൊടി നല്ല റിസൾട്ടാണ് തരുന്നത്. ഇത് എവിടെ വേണ്ടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല റിസൾട്ടാണ് തരിക. അപ്പോൾ വെച്ചാൽ ഈ തക്കാളി ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക. എത്ര സമയം വേണ്ടിയും നിങ്ങൾക്ക് മസാജ് ചെയ്യാം. ഞാനൊരു 5-10 മിനിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വീണ്ടും ഒന്നും അങ്ങനെ ചെയ്യാറ് 3-4 പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് മാത്രമേ വാഷ് ചെയ്ത് കളയാറുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയും തക്കാളി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അവരുടെ ഉരുളക്കിഴങ്ങിൻ്റെ നല്ല സ്മാഷ് ആയിട്ടുള്ള അത് വേണ്ടിയിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങും വൈറ്റനിങ് വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചെയ്യുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ കുറച്ചും കൂടി എനർജറ്റിക് ആവും. അപ്പോൾ എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി എന്ന് വെച്ചാൽ ഫേസിൽ നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാപ്പിപ്പൊടിയിൽ പഞ്ചസാര ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ചർമ്മത്തിന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 സൈഡിലായിട്ട് ഇരുണ്ട നിറം ഉണ്ടാവും. ആ 2 സൈഡിലും അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എവിടെയാണോ നിങ്ങൾക്കൊരു ഡാർക്ക്നെസ് വന്ന് തോന്നുന്നുള്ളത് ആ 2 ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ തക്കാളി കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ മസാജ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഏകദേശം ഉണ്ടാവുക. ഞാൻ
ഏകദേശം ഒരു 1-2 ആഴ്ചത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് വാഷ് ചെയ്യേണ്ടത് 1-2 ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വാഷ് ചെയ്തപ്പോൾ ഇങ്ങനെയാണുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കയ്യിലെ ഡാർക്ക്നെസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 കയ്യിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ 2 കയ്യിലെയും ഡാർക്ക്നെസ്സൊക്കെ ഒരുപാട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കഴുത്തിലും ഇത് യൂസ് ചെയ്യുക. കഴുത്തിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിലോ അണ്ടർ ആംസിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.